ഏതൊരു ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾക്കും പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഞാൻ ഒരിക്കലും ഈസിയാണെന്ന് പറയത്തില്ല. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പേപ്പറിന് തന്നെ റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ എനിക്കൊരു മോട്ടിവേഷനാണ്. ഞാൻ ഇട്ട എഫേർട്സിനൊക്കെയുള്ള റിസൾട്ടാണ് റാങ്കിൽ ആക്ച്വലി റിഫ്ലക്റ്റ് ചെയ്തത്. ഡയറക്റ്റ്ലി വന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി എന്താ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഓൾറെഡി അതിനെപ്പറ്റി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് ക്ലാസ്സിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ കൺസിസ്റ്റൻസി തന്നെയാണ് എനിക്ക് റാങ്കിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ പേര് ദിയ സലീം. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. 2023 ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാൻ 10 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 11th പേപ്പറിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാർച്ച് 2025 സെഷനിലാണ് എനിക്ക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പേപ്പറിന് റാങ്ക് കിട്ടിയത്. ഓൾ ഇന്ത്യ റാങ്ക് 3യും വേൾഡ് റാങ്ക് 7ഉം ആയിരുന്നു കിട്ടിയത്. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കാരണം എക്സാം എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 84 മാർക്സ് കിട്ടി. റിസൾട്ട് വന്നു കഴിഞ്ഞൊരു 2 വീക്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റാങ്ക് ഉണ്ട് എന്നുള്ള മെയിൽ വന്നത്. ചെന്നിട്ട് ഞാൻ ആദ്യം പേരൻസിൻ്റെ അടുത്താണ് പറഞ്ഞത്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. BSc മാത്സ് കഴിഞ്ഞ് ആക്ച്വലി ACCA എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ, ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടി എനിക്ക് കോൺഫിഡൻസ് കൂടി. ആദ്യത്തെ നോളജ് ലെവൽ എക്സാം ഞാൻ FA ആയിരുന്നു എഴുതിയിരുന്നത്. അപ്പം എനിക്ക് എലാൻസ് തന്നെ വെച്ചിട്ടായിരുന്നു എക്സാം നടത്തിയിരുന്നത്. അതിന് എനിക്ക് 82 മാർക്സ് ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് എലാൻസ് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. ആക്ച്വലി ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ലാപ്ടോപ്പിലൊരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കും. ഡയറക്റ്റ്ലി വന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി എന്താ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഓൾറെഡി അതിനെപ്പറ്റി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് ക്ലാസ്സിൽ വരുന്നത് എനിക്കത് യൂസ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ഈ കൺസിസ്റ്റൻസി തന്നെയാണ് എനിക്ക് റാങ്കിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. PM-ന് റാങ്ക് കിട്ടുന്നതിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയാണ്. എക്സാമിന് ഒരു 2 വീക്സ് മുന്നേ ജോജോ സാർ ഓൾറെഡി നമുക്കൊരു പ്ലാൻ തരും. എൻ്റെതായ രീതിയിലൊന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടാണ് അത് ഫോളോ ചെയ്യും. അപ്പോൾ സെക്ഷൻ C ആയിരുന്നു മെയിൻലി റിവിഷൻ ക്ലാസ്സസിൻ്റെ സമയത്ത് ഫോളോ ചെയ്തിരുന്നത്. സ്കില്ലിലെ ടഫസ്റ്റ് പേപ്പറാണ് PM. ജോജോ സാറിൻ്റെ തന്നെ PM ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പം അപ്പോൾ നമുക്ക് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. കുറേ റിവൈസ് ചെയ്തത് ഒരു ഫാക്ടറായിരുന്നു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എലാൻസിൻ്റെ ആപ്പിൽ ഓൾറെഡി റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അപ്പം സാറ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ റെക്കോർഡിങ്സ് ആ ടൈമിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് തരാറുണ്ടായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ നമുക്ക് നോക്കി അപ്പം തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ആപ്പ്. എല്ലാ പ്രോഗ്രാംസും കോളേജിൽ ഈവൻ ഇല്ലാത്ത പ്രോഗ്രാംസ് വരെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു അത്. അതുപോലെ തന്നെ ഓണം സെലിബ്രേഷൻസും കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, കോവിഡ് വന്ന് ആ ടൈം പീരീഡിലായതുകൊണ്ട്. ഓണവും നല്ല സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായി. അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നോളജിൽ പഠിക്കുമ്പോൾ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്കിൽ പേപ്പറാണ് PM എന്ന് എങ്ങനെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ PM പേപ്പറിന് തന്നെ റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ACCA പഠിക്കുമ്പോൾ തന്നെയുള്ള എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഞാൻ ഇട്ട എഫേർട്സിനൊക്കെയുള്ള റിസൾട്ടാണ് റാങ്കിൽ ആക്ച്വലി റിഫ്ലക്റ്റ് ചെയ്തത്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പേപ്പറിന് തന്നെ റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ നല്ല ഹാപ്പിയാണ്. ഓൾസോ മുന്നോട്ടേക്ക് പോകുമ്പം അത് എനിക്കൊരു മോട്ടിവേഷനാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ആക്ച്വലി BSc മാത്സിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കോളേജിൻ്റെ അടുത്ത് 12th വരെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ടായി, ടീച്ചിങ്. ഇനിയിപ്പം ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴും പക്ഷെ ഫ്യൂച്ചറിലേക്ക് എനിക്ക് ടീച്ചിങ് തന്നെയാണ് താല്പര്യം. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്താണെന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് താല്പര്യം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സയൻസ് ഫീൽഡിൽ നിന്ന് വന്നാൽ പോലും നമ്മൾ ACCA പഠിക്കാൻ തുടങ്ങുന്നത് ഫ്രം ബേസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊരു ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾക്കും പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്. എല്ലാവരും പറയും CA വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, ഫ്ലെക്സിബിൾ ആണ്. എൻ്റെ ഒരു എക്സാമ്പിളിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, വേറൊരു നമ്മുടെ ഒരു വർക്കിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ നമുക്ക് ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും.